നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഓർ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു മാനസിക അസുഖത്തെക്കുറിച്ചാണ്. മലയാളികൾക്ക് ഏറ്റവും സുപരിചിതം മണിച്ചിത്രത്താഴിൽ ഗംഗയെ ബാധിച്ച അസുഖം എന്നതായിരിക്കും കൂടുതൽ എളുപ്പം. എന്താണെന്ന് നോക്കാം നമുക്കപ്പോൾ. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഓർ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നാൽ ഒരു വ്യക്തിയിൽ തന്നെ രണ്ടോ അതിലധികമോ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു മാനസിക വൈകല്യമാണ്. ഈ തകരാറുള്ളവർക്ക് സാധാരണ ഓർമ്മ പ്രശ്നങ്ങൾ കൂടാതെ ഓർമ്മയിലെ വിടവുകൾ അനുഭവപ്പെടാറുണ്ട്. വ്യക്തിയുടെ പെരുമാറ്റത്തിൽ വിവിധ വ്യക്തിത്വാവസ്ഥകൾ വിട്ട് കാണപ്പെടാം. ഈ തകരാറുള്ളവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറും കൂടെയുണ്ടാകാം. കൂടാതെ വ്യക്തിത്വ വൈകല്യങ്ങൾ, വിഷാദം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പരിവർത്തന തകരാറുകൾ, ശാരീരിക ക്ലേശം, ഭക്ഷണക്രമക്കേടുകൾ, ഉറക്ക തകരാറുകൾ എന്നീ അവസ്ഥകളും കൂടെ ഉണ്ടാകാറുണ്ട്. കൂടാതെ സ്വയം ദ്രോഹം ചെയ്യുക, അപസ്മാരം മൂലമല്ലാത്ത ശാരീരിക സ്തംഭനം, ഓർമ്മക്കുറവ്, ഉത്കണ്ഠ അസ്വസ്ഥതകൾ, ആത്മഹത്യ എന്നിവയും സാധാരണയാണ്. കുട്ടിക്കാലത്തെ പീഡനം, ആഴത്തിലുള്ള മാനസികാഘാതങ്ങൾ എന്നിവയുമായി വിഭക്ത വ്യക്തിത്വം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏകദേശം 90% കേസുകളിലും കുട്ടിക്കാലത്തെ അവഗണനയുടെയോ ദുരുപയോഗത്തിൻ്റെയോ ചരിത്രമുണ്ട്. മറ്റു ചില കേസുകളിൽ കുട്ടിക്കാലത്തെ ചികിത്സാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനിതകവും ജീവശാസ്ത്രപരവുമായ ഘടകങ്ങളും ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചികിത്സയിൽ സാധാരണയായി മാനസിക പിന്തുണയും മാനസിക ചികിത്സയും ഉൾപ്പെടുന്നു. സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ ഈ പ്രശ്നം 6 ഇരട്ടി കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയോടുകൂടി കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. വിഭക്ത വ്യക്തിത്വം ഉൾപ്പെടെയുള്ള വിമുക്ത മാനസിക പ്രശ്നങ്ങൾ അടിവരയിടുന്ന പൊതുവായി അംഗീകരിക്കപ്പെടുന്ന പദമാണ് വിമുക്ത മാനസികാവസ്ഥ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. ശ്രദ്ധാ തകരാറുകൾ മുതൽ ഓർമ്മയിലെ ഭംഗങ്ങൾ വരെയുള്ള വിവിധ അനുഭവങ്ങൾ വിമുക്ത മനസ്സിൻ്റെ പ്രത്യേകതകളാണ്. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിൻ്റെ പ്രധാന കാരണങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകളിലും കുട്ടിക്കാലത്ത് ശാരീരികമായോ ലൈംഗികമായോ ഉണ്ടായ ദുരുപയോഗം കാരണമാകാറുണ്ട്. അമിതമായ മാനസിക സമ്മർദ്ദം, ഗുരുതരമായ അസുഖം അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മറ്റ് ആഘാതകരമായ സംഭവങ്ങൾ എന്നിവയും ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിൻ്റെ കാരണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്തെ കഠിനമായ ലൈംഗികമോ ശാരീരികമോ മാനസികമോ ആയ ആഘാതം രോഗവികാസത്തിന് കാരണമായി വിശദീകരിക്കപ്പെടുന്നു. മാനസികാഘാതമുണ്ടാക്കിയ ഹാനികരമായ സംഭവങ്ങളുടെ ഓർമ്മ ബോധമനസ്സിൽ നിന്നും മാറി വ്യത്യസ്തമായ ഓർമ്മകളും വികാരങ്ങളും പെരുമാറ്റങ്ങളുമുള്ള ഇതര വ്യക്തിത്വങ്ങൾ അയാളിൽ രൂപപ്പെടുന്നു. തീവ്രമായ സമ്മർദ്ദമോ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളോ ആണ് വിഭക്ത വ്യക്തിത്വത്തിന് കാരണം. മുതിർന്നവരിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിൻഡ്രോം, ആഘാതാനന്തര മാനസിക സംഘർഷം വിഭക്ത വ്യക്തിത്വത്തിലേക്ക് നയിക്കുമ്പോൾ കുട്ടികളിൽ അവർ വിവിധ സംഭവങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്ന ഭാവനകളാവാം വിഭക്ത വ്യക്തിത്വത്തിലേക്ക് അവരെ നയിക്കുന്നത്. കുട്ടിക്കാലത്തെ ദുരുപയോഗം, ബന്ധങ്ങളിലെ വിള്ളൽ, സാമൂഹിക പിന്തുണയില്ലായ്മ എന്നിവയാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിൻ്റെ മൂലകാരണങ്ങൾ. രോഗനിർണയം. ആദ്യത്തെ വ്യക്തിത്വ വ്യതിയാനത്തിൻ്റെ ശരാശരി പ്രായം 3 വയസ്സാണെങ്കിലും കുട്ടികളിൽ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ വളരെ അപൂർവമായി മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഒരു വ്യക്തിക്ക് ഓർമ്മഭ്രമം സംഭവിക്കുകയും 2-ഓ അതിലധികമോ വ്യത്യസ്തമായ വ്യക്തിത്വ അവസ്ഥകൾ അയാൾ നിയന്ത്രിക്കുന്നതായും കണ്ടെത്തിയാൽ മാത്രമേ അയാൾക്ക് വിഭക്ത വ്യക്തിത്വം ഉണ്ടെന്ന് വിധിക്കാനാകൂ. മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ മരുന്നുകൾ എന്നിവ മൂലമുണ്ടാകുന്ന ഓർമ്മഭ്രംശങ്ങൾ ഇതിൽപ്പെടില്ല. ക്ലിനിക്കൽ മൂലനിർണ്ണയം, കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളുമായുള്ള അഭിമുഖങ്ങൾ, മറ്റ് അനുബന്ധ സാമഗ്രികളുടെ പരിഗണന എന്നിവയിലൂടെ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റാണ് രോഗനിർണയം നടത്തുന്നത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അഭിമുഖങ്ങളും വ്യക്തിത്വ വിലയിരുത്തൽ ഉപകരണങ്ങളും ഇതിനായി ഉപയോഗിച്ചേക്കാം. രോഗലക്ഷണങ്ങൾ ഭൂരിഭാഗവും സ്വയം റിപ്പോർട്ടിനെ ആശ്രയിച്ചുള്ളതും പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതും നിരീക്ഷിക്കാൻ കഴിയാത്തതുമായതിനാൽ രോഗനിർണയം പരിധിവരെ ധാരണാസ്പദമാണ്.